കേട്ടോ ഗൈസ്. ഇതൊക്കെ തെളിവാണ്. നാളെ ഒരു ദിവസം എനിക്കൊട്ടൊരു അടി വരും. അന്ന് ഇതെനിക്ക് വിടേണ്ടതാണ്, മനസ്സിലായോ? അന്ന് ഇത് ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഡ്രൈവിൽ ഞാൻ വീഡിയോ കാണിക്കത്തില്ല, പക്ഷെ ഞാൻ അത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആ ലെങ്തും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ് ഇവനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇതുണ്ടോ ദേ ദേ ഈ കുപ്പി വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ? കുപ്പി വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ? 1 മിനിറ്റ് 10 സെക്കൻഡ്. ഇത് ഈ ആള് വീട്ടിൽ വന്ന് കയറുന്നതിന് ഒരു 2 മിനിറ്റുള്ള ഭാഗമാണ്. അതറിയാമോ? 2-3 മിനിറ്റ്. അപ്പം തൊട്ടുള്ള ഇതാണ്. അപ്പം തൊട്ട് റെക്കോർഡിങ് ഓണാക്കി വെച്ചേക്കണം. അവിടെ തൊട്ട് എല്ലാ കുമ്പസരിക്കുന്ന ഇതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത് വേറൊരു കൊണ്ടം കാണിച്ചത് ഞാൻ. ഇതിൻ്റെ എല്ലാം നമുക്കൊണ്ടൊരു അടി എവിടെ നിന്ന് അടിച്ചേക്കണം അറിയാമോ? ഇതുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ കരിയർ ഇവൻ ചേഞ്ചായി കളഞ്ഞത്. സത്യം പറയാലോ, ഇവിടെ നിന്നാണ് ഇവൻ നമ്മുടെ കരിയർ തന്നെ അങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. സീരിയസ്ലി പറയാലോ. ഇത് ഞാനുണ്ടല്ലോ, ഇത് ഞാൻ ഓടിച്ചു വിടാം. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഇതെല്ലാം ഇരുന്ന് വായിച്ചു കേട്ടാ. ഇതണ്ട, ഇവിടെ നിന്നാണ് നമ്മക്കട്ട് ഇവൻ അങ്ങ് പണ്ണാൻ നോക്കിയത്. നല്ല രീതിയിൽ നോക്കിയത്. നീ ആലോചിക്കും, ഇതെൻ്റെ കരിയർ ഉണ്ടാവുന്നുണ്ട്. ഇതാ മനസ്സിലായോ? നിങ്ങൾക്ക് ടൈമുള്ള ഇങ്ങനെ ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഉണ്ടോ? ആ ഇല്ല, ഉണ്ട്, കുഴപ്പമില്ല. അല്ല ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ നോക്കണം. ഇത് നിങ്ങൾക്ക് ടൈം എപ്പോൾ കിട്ടുന്നോ അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാം. മോക്കാണെങ്കിൽ ഇവൻ ഇവിടെ ഇരിക്കും. തല ഞാനിപ്പോൾ വെട്ടിക്കളയത്. നിങ്ങൾ നോക്കണം കേട്ടോ ഗൈസ്. നിങ്ങളിത് നോക്കിക്കോ. ഞാനിത് ഓടിച്ചു വിട്ട് കാണിക്കാം. നിങ്ങൾക്ക് സമയം എപ്പോഴുണ്ടോ അപ്പം നിങ്ങളിത് മൊത്തം വായിച്ചു നോക്കുക കേട്ടോ ഗൈസ്. നിങ്ങൾ ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങളിത് ചെയ്തു. അതെ, ഇതാണ് മൊബൈൽ അവൻ്റെ കയ്യിലുള്ളതിൻ്റെ പ്രൂഫ് അയച്ചത്. ഫോട്ടോ 1 ടൈം അയച്ചേക്കാനാണ് ഫോട്ടോ. നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ നമ്മളത്. നിങ്ങളിത് ഇത് ചെയ്യുമ്പോൾ വായിച്ചു കേട്ടാ. ഇതിനിടയിൽ ഇവൻ്റെ പേരുണ്ട്. നിങ്ങൾ ഓൾറെഡി, പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പേരുണ്ട്. ഇവൻ്റെ പേരുണ്ട്. ഇവനുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഇവനൊരു മാനസിക രോഗിയല്ല. സീരിയസ്ലി പറയാം, ഇവനൊരു മാനസിക രോഗിയാണ്. എൻ്റെ കയ്യിലുണ്ട്, സേവ്ഡാണ്. അണ്ണൻ നിങ്ങളെ എക്സവൻ ടൈം തൊട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനോട് എന്നെ പറഞ്ഞേക്കണം. നിങ്ങൾ കേട്ടോ സൗണ്ട് ഇതില്ല, കാണില്ല, അതിനകത്ത് കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നീ കൊണ്ടയില്ലായ്മ കാണിച്ചത്. നിങ്ങളിത് വായിച്ചോട്ടാ, സമയം കിട്ടുമ്പോൾ വായിച്ചോ. ഫേക്ക് അക്കൗണ്ടിൽ നമുക്കത് അടിച്ച ഒരു അടിയാണിത്. ഇവിടെയാണ് നമ്മുടെ കരിയർ മാറിപ്പോയത് മുത്തേ. പിന്നെ സ്കൗട്ട്, ഹെക്ടർ, തൊപ്പി, നോർത്തിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഹാപ്പിനെസ് എനിക്ക് വലിയ അബദ്ധം പറ്റിയാണ്. ഒരു ക്വസ്റ്റ്യൻ പ്ലീസ്. ആട്ടെ, ഇയാളൊരു പൊട്ടനാണ്, പേടിക്കൊന്നും ചെയ്യണ്ട. ഇയാളും ഒരു പൊട്ടനാണ്. നിങ്ങളിത് വായിച്ചോട്ടാ. നിങ്ങൾ 0.5x പോസാക്കി നിങ്ങൾ ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങൾ വായിച്ചോ. ഇതിൻ്റെ ലാസ്റ്റ് ഇത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാൻ കേട്ടോ. ധൈര്യമായിട്ട് ലൈവ് ഇട്ടോളൂ. ഇന്ന് നാളെ നിങ്ങൾക്ക് ഡിവൈസ് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡിവൈസ് എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നറിയാമോ? ഇതിലാണ് ഇവന് കുറച്ച് ഇതായി പോയത്. എടാ, നമ്മളിനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ മൊബൈൽ കടക്കാർ ഓൾറെഡി കേസ് ഫയൽ ചെയ്തു. നമ്മളിതുമായിട്ട് ഒന്നിനും മൂവ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ചെന്നത് സായിപ്പാണ് ഈ ഫോൺ അൺബോക്സ് ചെയ്യണത്. അതിൻ്റെ പേര് മാത്രമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയത്. അല്ലാണ്ട് നമ്മളായിട്ട് പരാതി കൊടുക്കുക, അല്ലെ FIR രജിസ്റ്റർ ചെയ്യുക, നമ്മൾ ഇതുവരെ
നീ ഞാൻ അയക്കുന്നതിന് ഒന്നും ഒരു റിപ്ലൈയും തരുന്നില്ല. നീ പറയുന്നുണ്ട് സായിപ്പ് കാരണം നീ ജീവിതത്തിൽ രക്ഷപ്പെട്ടു വന്നത് വീഡിയോ ഉണ്ടെന്ന്. അങ്ങനെ ഒരു ഇച്ചിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നു, നീ എന്തിനാണ് മോനെ ഈ പരിപാടി ചെയ്തത്? നിനക്കൊരു ശകലമെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ സായിപ്പിന് ഗീവ് അവേ കൊടുക്കേണ്ട മൊബൈലായിരുന്നു നിനക്ക് അറിയാമായിരുന്നല്ലോ. നീ എന്തിനിങ്ങനെ ചെയ്തു? ഇതൊരു വിഷയം നിനക്ക് അറിയാമായിരുന്നു. ഇത് അറിഞ്ഞിട്ട് നീ ഇപ്പം ഈ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അറിഞ്ഞു തന്നെയാണ് ഇത് ചെയ്തത്. സായിപ്പിനുള്ള ഡിവൈസാണ് ഇത്, ഗീവ് അവേ കൊള്ളാമെന്ന് നിനക്ക് അറിയാമായിരുന്നു. അപ്പം നീ തന്നെയാണ് തെറ്റുകാരൻ. ഇല്ലെങ്കിൽ നീയായിട്ട് തന്നെ നമ്മുടെ അടുത്ത് വരണം. നീയായിട്ട് തന്നെ നമ്മൾ എടുത്തോണ്ട് നീ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ തരണം. നീ എന്തിനാണ് ഇത് എടുത്തത്, നീ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളത് നമ്മൾക്ക് അറിയണം. കാരണം നമ്മൾ ഇതിൻ്റെ പുറകെ ഓടാനായിട്ട് കുറേ ദിവസമായി മോനെ. ഇതിനൊരു കഷ്ടപ്പാടിനൊരു അറുതി വേണം. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ നടക്കുക. പോലീസ് സ്റ്റേഷൻ കയറി നമ്മൾ ഈ കുഞ്ഞുമായിട്ടാണ് കൊല്ലത്ത് പോണത്, തിരിച്ചു വരുന്ന രാത്രി നമ്മൾ ഉറങ്ങണില്ല. നീ ഇതൊക്കെ മനസ്സിലാക്കണം. നീ ചെയ്ത ഒരു തെറ്റിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഓടുക. നമ്മളായിട്ട് എല്ലാവർക്കും സഹായമേ ചെയ്തുള്ളൂ. ഇതുവരെ സായിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നീ അത് ഓർക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുവാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനുണ്ട്. നീ ചെയ്ത ഒരു കാര്യത്തിനുണ്ട്, നമ്മളാണ് ഇതിൽ പെട്ടിരിക്കണത്. കള്ളൻ പൂസുന്ന കള്ളനല്ല, കള്ളന്റെ പേരിലാണ്. കള്ളന്റെ പേരാണോ? കള്ളന്റെ പേരാണ്. കള്ളന്റെ പേരാണ് ഇബ്രോ. കള്ളന്റെ പേര് നമ്മള് മറ്റേ പോലീസ് സ്റ്റേഷനിൽ അവിടെ എഴുതി കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനോട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മളവിടെ എഴുതി കൊടുത്തേക്കണതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ഒരു ഇതിലാണ് നമ്മളൊരു കാര്യം കേട്ടോ, നമുക്ക് ഈ സമയത്ത് ഇവനോട് നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? നമുക്ക് ഇവനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവൻ കൊണ്ട് ഡിവൈസ് തരണം, മനസ്സിലായോ? അവിടെ ഒരു സീനാണ്. ഇവൻ കൊണ്ട് ഡിവൈസ് തരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ സീൻ. അണ്ണ ആരാണ് ഒന്ന് പറയുമ്പോൾ എല്ലാവരും അതാ നോക്കി നിൽക്കുന്നില്ല. ഇല്ലേൽ അണ്ണൻ്റെ കൂടെയുള്ള എല്ലാവരും കള്ളനാണെന്ന് പറയും. നാളെ ഉണ്ടല്ലോ, നാളെ ആ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഡിവൈസ് നമ്മൾ ഇന്ന് കൊടുക്കണ്ട. ഇവന് ഡിവൈസ് ഇന്ന് കൊടുക്കണ്ട. പക്ഷെ ആ പിള്ളേരുടെയിലാണ് ഡിവൈസ്. അവന്മാർ ഇന്ന് വരാമെന്ന് പറഞ്ഞായിരുന്നു ഓൾറെഡി. പക്ഷെ അവന്മാർക്ക് വർക്ക് ഉണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇന്ന് വരണം എന്നുള്ള ടോക്കിങ്ങിലായിരുന്നു വന്നത്. പക്ഷെ അവന്മാർക്ക് ഇന്ന് വർക്ക് ഉണ്ട്. അവന്മാർ കേറ്ററിങ്ങും അതും ഇതൊക്കെ പോയി നടക്കുന്നവന്മാരാണ്. അപ്പോൾ അവന്മാർക്ക് ഇന്ന് വർക്ക് ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് അവന്മാർ വർക്കിന് പോയിപ്പോൾ അവന്മാർക്ക് നൈറ്റും ഡേ നൈറ്റ് എങ്ങനെ ഡേ നൈറ്റ് വർക്കാണ്. സോ അവന്മാർ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വരാനാണ് പറഞ്ഞത്. എന്നാ നാളെ വരാന്നാണ് പറഞ്ഞേക്കുന്നത്. മാക്സിമം വർക്ക് തീർത്തിട്ട്. കാരണം അവര് വീക്കെൻഡ് അല്ലേ, പഠിക്കുന്ന പിള്ളേരെന്തോ ആണ്. അപ്പം പാർട്ട് ടൈം ആയിട്ട് ജോബിന് പോകണം. എന്തിനാ എടുത്തതെന്ന് പറഞ്ഞ അതൊന്ന് പറഞ്ഞു കൂടോ. എന്തിനാ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നീഡ്. നമ്മളോട് പറഞ്ഞേക്കണ കാര്യം ഇതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആള് പറഞ്ഞേക്കണം. വിട്ടു പറഞ്ഞിട്ടില്ല ഒന്നും. നമ്മളോടൊന്നും മാത്രമല്ല, നമ്മളോട് പറഞ്ഞേക്കണ ഒരു കാര്യം സ്റ്റേഷനിൽ പറഞ്ഞേക്കണേ എഡ്യൂക്കേഷൻ പരമായ എന്നാ പറഞ്ഞേ എഡ്യൂക്കേഷൻ പർപ്പസിന് എടുത്താന്ന് പറഞ്ഞത്. രാഷണ ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പുള്ളി ചെയ്യുന്നു റീകോൺ ദി കിങ് എന്നാ. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, സത്യം പറയാലോ, അതിൻ്റെ ഇടയ്ക്ക് 2 കുണ്ണകൾ ഇത് വെച്ച് റീച്ച് കയറ്റാൻ വേണ്ടി നോക്കാൻ. 2 അല്ല, കുറേ അവന്മാർ നോക്കി. ദൈവം ഉണ്ടേൽ അവന് കർമ്മ അടിക്കുന്ന. മറ്റേതും കൂടെ ഒന്ന് പറഞ്ഞാൽ വേറെ സായിപ്പുമായിട്ട് കൂടെയുള്ള എന്തെങ്കിലും സ്കാമോ ഇതിലൊന്നും സായിപ്പിന് ഇൻവോൾവ്ഡ് അല്ല. സത്യം കേട്ടോ ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാണ്. എൻ്റെ കൂടെ ഇപ്പം ഇവരെല്ലാവരും ഉണ്ട്. എൻ്റെ കൂടെ വേറെ കുറേ ആൾക്കാർ കളിച്ചവരുണ്ട്. ഇവരൊക്കെ എൻ്റെ ഇത് വെച്ച് ചില ആൾക്കാരിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പൈസ മേടിച്ചിട്ട് അവിടെ പിന്നെയും സ്കാം നടത്തിയിട്ടുണ്ട്, മനസ്സിലായോ? ഇതിലൊന്നും ഞാൻ ഉത്തരവാദി അല്ല. നിങ്ങൾ എന്നെ ഇതിലൊന്നും എന്നോട് വന്ന് ചോദിക്കുവോ എന്നോട് വന്ന് പറയുവോ, ഫുൾ സ്ക്രീൻ ആക്കാനാണ് പറയാൻ. ഇതിലൊന്നും എന്നോട് വന്ന് ചോദിക്കുവോ എന്നോട് വന്ന് പറയുവോ ഒന്നും ചെയ്യരുത്, മനസ്സിലായ? ഇതിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഉള്ള കാര്യം പറയാമല്ലോ, സീരിയസ്ലി പറയാലോ. എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ നല്ല തെറി പറയാം. ഞാൻ ഇനി തൊട്ട് എന്നോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചു വരുന്നവന്മാരൊക്കെ നല്ല തെറി ഞാൻ പറയും. സീരിയസ്ലി പറയാമല്ലോ. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ.
നമ്മളെ ഒന്നും നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുമല്ലോ, എനിക്ക് ഇത് ചെയ്തു തരാമോ, എനിക്ക് അത് ചെയ്തു തരാമോ, നമ്മൾ ചോദിച്ചിട്ടല്ല നമുക്ക് ചെയ്തു തരണം, മനസ്സിലായോ? നമ്മളോട് ഇങ്ങോട്ടേക്ക് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് നമുക്ക് ചെയ്തു തരുക. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി ചോദിക്കുവാണ്, മനസ്സിലായോ? അതൊരുമാതിരി എനിക്ക് എന്നോട് ആ CI സാർ പറഞ്ഞേക്കണേ കുറേയൊക്കെ കൺട്രോൾ ചെയ്യണം നീ എന്നോട് പറഞ്ഞേക്കണേ, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ ഇതിനൊന്നും ഉത്തരവാദി ഞാനൊന്നും അല്ല. ഇതൊക്കെ ഭയങ്കര എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പക്ഷെ ഒന്നും പറയാനില്ല, മനസ്സിലായോ? ഉള്ള കാര്യം പറയാമല്ലോ. 1000-2000 രൂപയ്ക്കാണ് പോട്ടെ എന്ന് വെക്കാം കേട്ടോ. ഇത് 10,000 അതിമേളോട്ടുള്ള പൈസകളൊക്കെയാണ്. സംഭവം മനസ്സിലായില്ല സാഹിബ്, മനസ്സിലാവേണ്ട രീതിയിലൊക്കെ നീ എടുക്കണം. അതാണ്ട് ഞാൻ ഒന്നും പറയാനില്ല. ദി ന്യൂ സ്റ്റഡി ഫോർ ഞാൻ കുനിഞ്ഞു കൊടുക്കും അണ്ണൻ്റെ കടം തീർക്കാം. എടാ കുനിഞ്ഞു കൊടുത്ത് നീ കടം തീർക്കുന്നതിലും ഉണ്ടോ ഒരു അന്തസ്, സീരിയസ്ലി പറയാലോ. കട്ടെടുത്ത് കടം തീർക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കട്ട് എടുത്തവൻ നാളെ മരിച്ചു പോയെന്ന് വിചാരിച്ചോ, ഒരു സ്ഥലത്ത് എന്ത് ടോക്ക് വരുന്നത്, എടാ അവിടെ മറ്റേ കട്ടെടുത്തില്ലേ, മറ്റേ കള്ളനില്ലേ, അവൻ മരിച്ചെന്ന് പറയും. ആണോ അല്ല കേസ്? മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ പേര് മാറത്തില്ല, ആണോ അല്ല? നിങ്ങളൊന്ന് പറഞ്ഞേ. കള്ളൻ എന്നുള്ള പേര് ഒരു പ്രാവശ്യം നമുക്ക് വീണാൽ അത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മളെ എല്ല് പൊടിഞ്ഞു പോയപ്പോൾ ഒരു മാറത്തില്ല. അത് ആണോ അല്ലേ? എടാ ഈഗിള് പറഞ്ഞേക്കണേ അറിയോ, ഇതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരോടും വിളിച്ചു പറഞ്ഞേക്കണേ അറിയോ, എന്ത് വേണമല്ലോ ആയിക്കോ, എന്ത് വേണം ചെയ്തു, പക്ഷെ നമ്മുടെ ചെറുക്കനൊന്നും പറ്റല്ലേ. എന്ത് വേണം ചെയ്തു, എന്ത് വേണം ആയിക്കോ, എന്ത് വേണം ഇതായിക്കോ, പക്ഷെ നമ്മുടെ ചെറുക്കനൊന്നും പറ്റില്ല എന്ന് അവൻ വിളിച്ച് പറഞ്ഞേക്കണം. എല്ലായിടത്തും എല്ലാ സ്ഥലത്തും അറിയാം. അവൻ്റെ ചെറുക്കനാരാ? നമ്മളെ അണ്ണൻ സായിപ്പ ആരാ കാണാൻ AR മൂവിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. സത്യം പറയാലോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കാം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടക്കണ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഏരിയ ആണ്, നമ്മൾ ഒരു ഡീൽ ചെയ്യാത്ത ഏരിയ ആണ്. അവിടെ നമുക്ക് ഈഗിൾ ഉണ്ടായത് അല്ലെ സാഹിബേ? ഈഗിൾ നമുക്ക് അവിടെ ഉണ്ടായതുണ്ടല്ലോ. ഈഗിൾ അവിടെ ഇല്ല, പക്ഷെ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കി വെച്ചല്ല. ഈഗിളിന്റെ ഏരിയ ആണ്. അപ്പം ഈഗിൾ അവിടെ ഉണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫോൺ കടക്കാരോട്ടുള്ള എല്ലാം സെറ്റ് ചെയ്താരാന്നറിയോ? ഓണറിനെ വിളിച്ചിട്ട് എന്നെ രാത്രി വിളിച്ചു, മനസ്സിലായ? എന്നിട്ട് ഫോൺ കടയിലോട്ടുള്ള എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റി. അവൻ്റെ ചെറുക്കനാരാ? അണ്ണനല്ല അണ്ണാണി. അണ്ണ എൻ്റെ കൂട്ടുകാരൻ്റെ ഞാൻ 1500 രൂപ കടം കൊടുത്ത് അവൻ കോൾ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. സത്യം പറയാലോടാ, സീരിയസ്ലി പറയാലോ, ഈ പൈസ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഇതാണ് എല്ലായിടത്തും പ്രോബ്ലമാണ്. സത്യം പറയാലോ, ഈ പൈസ എന്ന് പറയുന്ന സാധനം, പക്ഷെ ഈ പൈസ ഉള്ളവന്മാർ എന്താ പറയണ്ടേ, കോടികൾ സ്വത്തുള്ള ആൾക്കാരാണ് ഈ കാണിക്കണത് ഇതൊക്കെ. പക്ഷെ ഇത് പറയാനാണ് ആലോചിക്കണേ. എന്താ പറഞ്ഞ പിന്നെ എന്നൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്? പിന്നെ പറയാനുള്ളത് മെയിനായിട്ടും റാവുത്തർബോ ഒരുപാട് കഷ്ടപ്പെട്ടു. റാവുത്തർബോയുടെ കാര്യം പറയാം ഗൈസ്. റാവുത്തർബോ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ കുറേ ഇതായിട്ട് നടന്നിട്ടുണ്ട്. റാവുത്തർബോ ടെൻഷൻ അടിച്ച് കരിയറിൻ്റെ അവസ്ഥ നിൽക്കുകയാണ്. റാവുത്തർബോ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുവാണ്. യൂറോപ്പിൽ നിന്ന് വരുവാണ് ഇങ്ങോട്ടേക്ക്. ഒരു ബിഗ് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന പറഞ്ഞേക്കണേ, ലൈവ് കാണിക്കുന്നൊക്കെ പറഞ്ഞേക്കണേ. വന്നിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ് എന്തായിരിക്കുന്നത്? ബിഗ് എന്നാ പറയണേ, ബിഗ്. ഇറ്റ്സ് ഓക്കെ അണ്ണാ, വിട്ടേക്ക് ഒരു 40 കില്ല് അടിക്കാണ്. എടാ ഞാൻ കാര്യം പെട്ടെന്ന് നിന്നോട്, ഞാൻ എത്ര ദിവസമായി കളിച്ചിട്ടെന്നറിയോ? ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്ന് നിനക്കറിയാമോ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതറിയാം നിനക്ക്. എനിക്കൊന്ന് ശ്വാസം മര്യാദയ്ക്ക് വിടാൻ പറ്റിയിട്ടില്ല. നെഞ്ചുവേദന, എല്ലായിടത്തും വേദനയായിരുന്നു, അതറിയോ? ചോദിച്ചു നോക്ക്. ഇത് ഇവിടെ ഇരിക്കുന്നവനെ എന്താണ്ട അവിടെ ഒന്ന് കുഴച്ചാണ് നീന്നു. ഇവൻ പട്ടിയില്ല, പേപ്പട്ടി കുറയ്ക്കണം ഇവൻ ഇവിടെ വന്നിട്ട്. ഇവനെ ഞാൻ എന്നിട്ട് എവിടെ ഇരുത്തിയെന്നറിയോ? കുഞ്ഞായിക്ക് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഇവനെ ഞാൻ ഇരുത്തിയത് ജനലിൻ്റെ അടുത്താണ്. എന്നിട്ട് ജനൽ ചുമ വരുമ്പോൾ ജനൽ തുറന്നിട്ടേക്കുക. ആ തുറന്നിട്ടേക്കുന്ന അവിടെ ചുമക്കണമെന്ന് പറയണേ. അപ്പം ശ്വാസം ഇറങ്ങി പോകുള്ളൂ. അതാണ് ഞാനോട് പറയണത്, അറിയാം. കാരണം എൻ്റെ ഡിവൈസ് കിട്ടാൻ ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. എടാ നിനക്ക് അഡ്രസ് ഇല്ലല്ലോടാ, നിനക്ക് തന്തയില്ലല്ലോ, നീ എങ്ങനെ ഇത് ചെയ്യണേ? അവൻ എങ്ങനെയാ സാധനം പൊക്കിയേ? എന്നിട്ട് അവൻ സാധനം പൊക്കിയൊരു ടൈമുണ്ട്. ഒരാൾ മരിക്കാറായി,
അവനൊരു ഒരു എന്താ പറയുക, ഒരു 3-4 ദിവസം അവനൊരു ആയുസുണ്ട്. അതിന് മുന്നേ ഉണ്ടല്ലോ ഒരു കുഴി എടുത്തിട്ടെ ഇവനെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് അങ്ങ് മൂടി, മനസ്സിലായോ? അതാ ചെയ്തേക്കണം എന്നെ. സീരിയസ് കേട്ടോ. കുഞ്ഞായി നീ നാലോക്കണം. കുഞ്ഞായി വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞായി സ്റ്റാപ്ലെയർ പിന്ന് മെഴുങ്ങി. ഒന്ന് ആലോചിക്കണേ. സ്റ്റാപ്ലെയർ പിന്ന് മെഴുങ്ങി അപ്പം തൊട്ട് നമ്മൾ തീ തിന്നുക. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു ക്രൂരത എന്ന് പറയുമ്പോൾ എന്തോരം ഒരു ക്രൂരത ഇവിടെ ഉണ്ടെന്ന് നീ ഒന്ന് ആലോചിക്കണം കേട്ടോ. കുഞ്ഞായി സ്റ്റാപ്ലെയർ പിന്ന് മെഴുങ്ങി. നമ്മൾ വൈകുന്നേരം ഒരു 6 മണി ഏതോ ഒരു ടൈം ആയപ്പോൾ കാവ്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വിട്ട്. എന്നിട്ട് നമ്മൾ 6 മണി അതും പോട്ടെ, അത് വേണ്ട, അതും പറയണ്ട. എന്നിട്ട് നമ്മളിവിടെ ചെത്തിപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ചെത്തിപ്പുഴ ഹോസ്പിറ്റലുണ്ട്, അവിടെ നമ്മൾ കൊണ്ടുപോയി. അവിടുന്ന് നമ്മളോട് ബിലീവേഴ്സിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്കണേ. സ്റ്റാപ്ലെയർ പിന്ന് മുഴുങ്ങിയെ രാവിലെ ഈ ആൾ ഡിവൈസ് എടുത്തിട്ട് ഇരിക്കുക നമ്മുടെ കൂടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം മനസ്സിൽ എന്തോരം ക്രൂരതയുണ്ടെന്ന്. എന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഹോസ്പിറ്റലുണ്ട്, നമ്മുടെ കൂടെ ഡോക്ടർമാരോട് നല്ല രീതിയിൽ ഇതുണ്ട്, അതുകൊണ്ട് ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞായിനെ വെന്റിലേറ്ററിൽ കിടത്തണം, എൻഡോസ്കോപ്പ് ചെയ്യണം, ഇതെല്ലാം അറിയാം. എൻ്റെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാം. അന്ന് 3000 രൂപയുടെ ഉള്ളൂ എൻ്റെ ബാങ്കിൽ ബാലൻസ്. ഒന്ന് പറഞ്ഞെനിക്ക് ബ്രോ. അതെ, 3000 രൂപയുള്ള എൻ്റെ ബാങ്കിൽ ബാലൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീക്കൊന്ന്. ഒരു സൈഡില് ഇതിന്റെ ഒരു ടെൻഷൻ അല്ല. എന്നിട്ട് രാത്രി ബിലീവേഴ്സിന്ന് അവര് വയറ്റിന്ന് കുഞ്ഞായിക്ക് വയറ്റിന്ന് പോകാനുള്ള അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ തന്നു, കുറേ മരുന്ന് തന്നു. എന്നിട്ട് നമ്മളെ ഒരു 3 മണി ആയപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബിലീവേഴ്സിന്ന്. എന്നിട്ട് ഞാനും അവളും കൂടെ കുഞ്ഞായിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുമോ, മനസ്സിലായോ? ഇനി കുഞ്ഞിനെ എനിക്ക് ഒന്ന് ആലോചിക്കണം. അനസ്തേഷ്യ അവനെ ചെയ്യണം. ഇങ്ങനെ കുഞ്ഞിനെ പോലും നമുക്ക് ഈ രീതി തിരിച്ചു കിട്ടത്തില്ല, ആ ഒരു രീതി അവർ പറഞ്ഞേക്കണേ. അന്ന് വൈകുന്നേരം ആയാലും ഉണ്ടല്ലോ ഇവന് ഈ എടുത്ത ഡിവൈസ് തിരിച്ചു വെക്കാൻ പറ്റും, മനസ്സിലായോ? ഈ തന്തയില്ലാത്തവന്. എന്നിട്ട് ഇവൻ ആ ഡിവൈസായിട്ട് പോയടാ. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇവൻ്റെ മനസ്സിൽ ഇവൻ്റെ തന്തയോട് സ്നേഹമുണ്ടോ? ഇവൻ്റെ തള്ളയോട് സ്നേഹം കാണുമോ? ഇവനൊരു മോനുണ്ടായി, ഇവൻ്റെ മോനോട് സ്നേഹം കാണുമോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. സീരിയസ്ലി പറയാലോ, ഇവന് ഈ ലോകത്തിൽ ഇവൻ ആരോടെങ്കിലും സ്നേഹം കാണുമോ? ഇവന് ആലോചിച്ച് നോക്കണം. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ആ അവസ്ഥയിലാണ് നമുക്കിട്ട് ഈ ഒരു അടി അടിച്ചിട്ട് പോയേക്കണം അവൻ. അയ്യോ മയിര്, നമ്മൾ സത്യം പറയാലോ കൈസ്, അതുപോലത്തെ അത്രയും വലിയൊരു അടിയാണ് നമുക്കിട്ട് അടിച്ചേക്കണേ. എന്നിട്ടൊന്ന് ആലോചിക്കണം. എന്നാണ് പറയണ്ടേ? നമ്മൾ കല്ലും കട്ട മറ്റേ ഇരുമ്പ് കട്ട വെച്ച് വീഡിയോ ചെയ്യുക. ഇതൊക്കെ കണ്ടോണ്ടല്ല, ഇതിൻ്റെയൊക്കെ എല്ലാം ചെയ്യുക. ഞാൻ ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവീലായി കളയുന്ന പോലെ ആയിപ്പോൾ, മനസ്സിലായ? റിവീലായി കളയുന്ന പോലെ. റിവീൽ ആക്കത്തില്ല എന്ന് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടൂര് പോയി ചോദിക്കാം. അപ്പം അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ആണെന്നുള്ളത്. ബ്രോ, പണ്ട് കരഞ്ഞ പോലെ കരയുന്നത്, ഇത്ര ഫൈറ്റ് ചെയ്യേണ്ടത് ഇതിനല്ല നീ. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടേ കരഞ്ഞുള്ളൂ, മനസ്സിലായ? ഇത്രയുമൊക്കെ ചെയ്തിട്ട് ഇവനെ റിവീൽ ചെയ്യാതെ ഇരിക്കല്ലേ. ഇവനൊക്കെ എല്ലാവരും അറിയണം, ഇല്ലെങ്കിൽ നാളെ വേറൊരാളെ ഇങ്ങനെ ചെയ്യും. നേരം ഉണ്ടായി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മനസ്സിലായ? ഇന്നലെ പക്ഷെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു. ഇവരുടെ അമ്മ നമ്മൾ വിളിച്ച്, കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണല്ലോ, നമ്മുടെ മോനിങ്ങനെ ഒരു ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ പേരൻസ്. കാരണം നമ്മൾ വിളിച്ച് വേറെ ഒന്നും വേണമല്ല, 100% നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ പോലീസുകാർ വിളിക്കും. ആദ്യം പേരൻസിനെയാണ് വിളിക്കണം. ഇങ്ങനെ സംഭവമായിട്ട് ചെന്ന് കഴിയുമ്പോൾ പേരൻസിനെ വിളിക്കണം. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു. അപ്പം വിളിച്ചപ്പോൾ നമ്മളോട് സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോനൊന്നും ചെയ്യല്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കരമായിട്ടും റിക്വസ്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഈ രീതിയിലാണ് സംസാരിച്ചത്. ആ രീതിയിൽ സംസാരിച്ച് നമ്മൾ അവിടെ പോയി പ്രസൻറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പിള്ളേരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെല്ലാം കേസ് വിഡ്രോ ചെയ്ത് വെറുതെ വിട്ടിട്ട് നമ്മൾ അമ്മേനോട് നമ്മൾ പറഞ്ഞു ഇനി ഇതിലോട്ടൊന്നും പോവാതെ വേറെ ഒന്നിലോട്ടും പോവാതെ അമ്മയെടുത്ത് പറഞ്ഞ്
അമ്മ കൊണ്ടുപോകണം നോക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും വിളിച്ച് അവരോട് പറഞ്ഞപ്പോൾ നമ്മളോട് ആദ്യം സംസാരിച്ച രീതിയിലല്ലേ സംസാരിച്ചത്. നമ്മളോട് ഇങ്ങോട്ട് ചൂടാവുക, നമ്മളെന്തോ ഇവരുടെ കുഞ്ഞിനെ പെടുത്തി ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അത് നമുക്ക് ഭയങ്കര ശരിക്കും ഒരു വിഷമം ഉണ്ടാക്കി. കാരണം എന്ന് വെച്ചാൽ നല്ല ഹേർട്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, നമ്മൾ ഇനി ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരരുത്, ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയണതാണ്. അപ്പോൾ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളോട് ഈ രീതിയിൽ ആദ്യം സംസാരിച്ച് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നേരെ ഉൾട്ട പോലെ തിരിഞ്ഞ് സംസാരിക്കണം. ചൂടാണ്, നമ്മളെന്തോ ചെയ്ത പോലെ. നമ്മൾ എന്നിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കണോ, അങ്ങനെ പൈസക്ക് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി വിളിക്കണം, അങ്ങനെയാണെന്നൊക്കെ ചോദിക്കണം. അത് ഭയങ്കര നമുക്ക് അതുപോലും ഭയങ്കര വിഷമമായി പോയി കഴിച്ചു. നമുക്ക് അവിടെ ഒരു ഇതുമില്ല, ഇതാ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മളോട് തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അതുപോലും ഇവിടെ മാറ്റിക്കളഞ്ഞ്. എന്നിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മളൊന്ന് ഇതായി പോയടാ. നിന്ന് ആലോചിക്കണേ, നമുക്കിട്ട് അടിച്ചൊരു അടിയൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുവാണ്, മനസ്സിലായോ? എന്നോട് പറഞ്ഞേക്കണേ, എന്നെ വലിയ രാജാവാക്കാന്ന് എന്നോട് പറഞ്ഞത്. എന്നെ അവനങ്ങുണ്ടല്ലോ, എന്നെ അവൻ മറ്റേ എന്നായിരുന്നു കുഴിച്ചു മൂടിയാനും എന്നെ കുഴിച്ചു മൂടിയാണ്. ഞാൻ അണ്ടർടേക്കർ എണീറ്റ് വന്നില്ലേ, അതുപോലെ ഞാൻ എണീറ്റ് വന്നതാണ്. റീബർത്താണ് ഇതെൻ്റെ എണീറ്റ്. അണ്ടർടേക്കറിനെ അറിയാം നിങ്ങൾക്ക്? അണ്ടർടേക്കർ റീബർത്ത് അടിച്ചില്ലേ മറ്റേ WWE, അതിൽ ഞാൻ റിയൽ ലൈഫിൽ റീബർത്ത് അടിച്ച് വരണയാണ് ഞാൻ. റാവുത്തർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ആളല്ല, മനസ്സിലായോ? യൂറോപ്പിലാണ് ആള്. റാവുത്തർ ഇങ്ങോട്ടേക്ക് വരണയാണ്. കാരണം റാവുത്തറിന് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നേക്കാളും കൂടുതലാണ് നമ്മളിവിടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതായിട്ട് റാവുത്തർ എനിക്ക് വലിയൊരു ഗിഫ്റ്റ് കൊണ്ടുവരാണ് ഇങ്ങോട്ടേക്ക്, മനസ്സിലായോ? റാവുത്തർ എന്നിട്ട് കുറേ കണക്ഷൻസ് റാവുത്തറിൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് റാവുത്തർ മാക്സിമം ഇവിടെ പൈസ ഇറക്കിയിട്ട്, മനസ്സിലായോ, ഇത് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നിട്ട് കുറേയൊക്കെ കിട്ടിയിട്ടില്ല, മനസ്സിലായോ? അതേ രീതിയിലാണ് അണ്ടർടേക്കർ എന്നാണ്. അക്കുന്നോ എടാ, അക്കുവിനുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അക്കുവിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അക്കുവിന് അങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ആർക്കും അക്കു നമ്മുടെ ഒരു അനിയനാണ്. ഇതില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ആളുകൾ നമ്മളെ പോലെ തന്നെ ബുദ്ധിമുട്ടിയ ആളാണ് റാവുത്തർ പോയി. ഒരുപാട് ഹേറ്റ് വന്നു, ഒരുപാട് ഇത് വന്നു അല്ലെ. എന്നിട്ടും നമ്മളോടുണ്ടല്ലോ എങ്ങനെയും കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം നിന്ന് അല്ലെ, നമ്മളെ ഒരു പ്രാവശ്യം പോലും കുറ്റപ്പെടുത്തുമോ അങ്ങനെയൊന്നും ആ ഒരു രീതിയിലോ. ഓൾറെഡി അങ്ങനെയാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ പറഞ്ഞു വിന്നറിന് ഡിവൈസ് കൊടുത്തോ? നമുക്ക് തന്നെ അത് പറഞ്ഞായിരുന്നല്ലോടാ. എന്താ അതെങ്ങനെയാണ് വിന്നറുടെ ഡിവൈസ് നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡിവൈസ് പിള്ളേരുടെ കയ്യിലോട്ടാണ് ഹാൻഡ് ഓവർ ചെയ്യുക. അതാണ് അതിന്റെ ഒരു ഇതല്ലോ, അങ്ങനെയുള്ള റൂള്. അപ്പം അവര് പഠിക്കുന്ന പിള്ളേരാണ്, സ്റ്റഡി ചെയ്യുന്ന പിള്ളേരാണ്, അവർ പഠിക്കുന്ന പിള്ളേരാണ്. പാർട്ട് ടൈം ആയിട്ട് അവർക്ക് ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ സൺഡേ അവർക്ക് ജോബ് ഉണ്ട്. അപ്പോൾ അവരെ ജോബിന് പോകുന്ന സമയത്ത് അവരെ നമ്മൾ വീണ്ടും ഫോഴ്സ്ഫുള്ളി ഓൾറെഡി അവരെ നമ്മൾ ഒരു ബുദ്ധിമുട്ടിച്ചാൽ പറഞ്ഞല്ലോ, വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടിക്കണതല്ല. അപ്പം നമ്മൾ അവരൊന്ന് വർക്കിലാണ്, വീക്കെൻഡ് വർക്കാണ്. അവരാ വർക്ക് ബേസ് ചെയ്തിട്ട് അവർ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ വർക്ക് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ തരാൻ പറയും. ഇവരോട് നമ്മളത് സംസാരിച്ചു, ഇവരും ഓക്കെയാണ്. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് അവർ ഡിവൈസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാഹിബേ, കുഞ്ഞായി ഓക്കെ അല്ലേ? എടാ, കുഞ്ഞായിയുടെ ഇതെല്ലാം പിറ്റേ ദിവസം തന്നെ മാറി, മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ആലോചിക്കണം, രാത്രി ഞാനും അവളോട് കുഞ്ഞായിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുമോ, മനസ്സിലായോ? ഞാനും കിടന്ന് കരയുവാണ്. ഇതെല്ലാം ഇയാൾക്ക് അറിയാം ഇവിടെ എന്നിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കടാ, നമ്മൾ അത്രയും വലിയൊരു സിറ്റുവേഷൻ വരുമ്പം നീ ഒന്ന് ആലോചിക്കണം. അത്രയും വലിയ സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. മനസ്സിലൊരു ഒരു എന്താ പറയണ്ടേ, ഒരു ദയൊന്നും പറയാൻ പറ്റൂല, എന്തെങ്കിലും ഒരു മനുഷ്യത്വം. ലോകത്തിൽ ഒരാളോട് സ്നേഹമുള്ള, ഈ ലോകത്തിൽ ഒരാളോട് ഒരു സ്നേഹം ഒരു എന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ,
ആ ഡിവൈസ് തിരിച്ചെടുത്ത് വെക്കും അവിടെ തന്നെ വെച്ചിട്ട് പറയും വേണം അണ്ണാ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ പൊട്ടിച്ചു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും നിക് ബ്രോ നമ്മൾ എന്നാ പറയാ നമ്മൾ പറയും ഞാൻ പറയാ എന്നാ പുണ്ണയടാ കാണിച്ച് എന്നാ രണ്ടു പേര് പറയും അതല്ലേ കൂടുതൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് കൺഫേം അല്ലായിരുന്നു കുഞ്ഞായി സ്റ്റാപ്ലർ പിന്നെ വിഴുങ്ങുന്ന പോലെ നമ്മൾ കണ്ടില്ല, ഉള്ളിലോട്ട് പോയെന്നുള്ളത് കൺഫേം അല്ല. നമ്മളെല്ലാവരും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണയാണ് കുഞ്ഞായിട്ട് ഇതിൻ്റെ. നമ്മൾ പതറി നമ്മൾ ഇങ്ങനെ ഷാർട്ടേഡ് ആവും എന്നൊക്കെ പറയൂലേ, നമ്മൾ ഷെയ്ക്ക് ആണ് എപ്പോഴാണെന്നറിയാം. കുഞ്ഞാടെ എക്സ്റേ എടുത്ത് നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോഴാണ് ആ സ്റ്റാപ്ലർ പിന്നെ ഇങ്ങനെ കാണാം. അത് കണ്ടപ്പോഴാണ് നമ്മളെല്ലാവരും തകർന്നു പോയത്. ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഈ ആളും എക്സ്റേ എടുത്ത് നോക്കി സ്റ്റാപ്ലർ പിന്നെ കണ്ട ആളാണിത്. ആ എക്സ്റേയിൽ ഈ സ്റ്റാപ്ലർ പിന്നെ ഇങ്ങനെ കിടക്കണ രീതിയിൽ അപ്പൊ ഒന്ന് ഓർത്ത് നോക്കണം ആ ഒരു ഇത് ആണ് പറഞ്ഞത്. എന്നിട്ടാണ് അവൻ നമ്മളോട് എന്നിട്ടായാലും ഇവന് ഒരു ടൈമിൽ വെച്ചിട്ട് പോകാമല്ലോ നിബ്രോ ഒന്ന്. അതെ, വെച്ചിട്ട് പോവാം, ഇഷ്ടംപോലെ ടൈമുണ്ട്. നിബ്രോ വിത്ത് അൾട്ടിമേറ്റ് സ്പീക്കിംഗ് എന്താ പറയണേ, സ്പീക്കിംഗ് ടൈമാ. ശരിയാ. നിബ്രോയ്ക്ക് ഇപ്പോഴാണ് ഒരു ഇത് കിട്ടിയേക്കണേ, ചാൻസ് കിട്ടിയേക്കണേ മലയാളി. ഞാനിവിടെ ഇല്ലാതായിപ്പോയി സത്യം പറയല്ലോ മുത്തേ. രാജേഷണ്ണം വന്നിട്ടുണ്ടല്ലോ, ആളെ ഒരു കോൾ ചെയ്ത് ആളുടെ 10 തലമുറ ഉണ്ടല്ലോ, 10 തലമുറ മറ്റേ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പറ്റും ഇത്, പക്ഷെ ആസിഡ് ഒഴിച്ച് കത്തിച്ചു കളഞ്ഞ ആള്. സത്യം പറയാലോ, ആസിഡ് അങ്ങോട്ട് ഒഴിച്ചിട്ടങ്ങോട്ടല്ലോ കത്തിച്ചങ്ങളാണ്, കരിച്ച് മറ്റേ ചാരമില്ല, ചാരപ്പൊടിയായി കളഞ്ഞ, ചാരപ്പൊടി. ഇങ്ങോട്ട് വന്നിട്ട് ആളെ ഒന്ന് വിളിച്ച സായിപ്പ് സൈഡ് നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നല്ലത് കൊടുക്കുമായിരുന്ന. ഇവിടെ അടിക്കാൻ വേണ്ടി നിന്നാണ്. നമ്മളിവിടെ അടിച്ചിട്ടുണ്ടല്ലോ, ആളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ കുഞ്ഞുള്ളതാണ്, കുഞ്ഞിനെ നോക്കണ്ടാണോ, അവനൊരു നല്ല സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കണ്ടേ കൈസ്. CBSE-ലും ഷാമി സത്യം പറഞ്ഞു കൈസ്, എന്നെക്കാളും എല്ലാവരെക്കാളും ഇവിടെ എഫോർട്ട് ഇട്ട ഒരാളുണ്ട്, അതാണ് അവള്. ഷാമിലിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എഫോർട്ട് ഇട്ടേക്കണം. ലൈഫ് മോൺസ്റ്റർ എന്ന് പറയുന്ന ചാറ്റിൽ മെസ്സേജ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അവൾ ആരാ. അവളാണ് ഏറ്റവും കൂടുതൽ എഫോർട്ട് ഇട്ടേക്കണം ഇതിനകത്ത്. ഒരു കാര്യം ഞാൻ കണ്ട കൈസ്, ഇവനെ നമ്മൾ തല്ലി, ഇവരെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവനെ നമ്മൾ തല്ലി, ഇവൻ നാളെ പോയി ആത്മഹത്യ ചെയ്യുവാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനാണ് ഉള്ളേ പോണത്, ഞാൻ മാത്രമായിരിക്കും പോണത്, വേറെ ആരും പോകത്തില്ല. അടിച്ചവരും എല്ലാവരും ഇതാവും, ഞാനേ പോകത്തുള്ളൂ അകത്ത്, മനസ്സിലായ. റീക്കോൺ ഇപ്പം ഇട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അടുത്ത്. കള്ളൻ ഞാനാണ്, കള്ളൻ മറ്റേ ഞാൻ നല്ലത് വിളിച്ച് പറഞ്ഞു. ഇന്നലെ ഞാൻ വേറെ ഞാൻ വിളിച്ച് കിട്ടിയില്ല, ഇല്ലാതെ ഞാൻ അങ്ങോട്ട് കൊടുത്തേന്, ഞാൻ അങ്ങോട്ട് എടുത്തില്ല. ഞാൻ വിളിച്ചിട്ട് ഇന്നലെ നല്ലത് വിളിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാന്നറിയോ, നീയും അവനും കൂടെ എടുത്തേ ഞാൻ ഇടട്ടേന്ന് ചോദിച്ചു. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടത്തേ ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് രാവിലെ വിളിച്ച് കുഞ്ഞായിക്ക് ഒരു ഐപാഡ് ഉണ്ടെന്ന്, കുഞ്ഞായിക്ക് ഒരു ഐപാഡ് ഉണ്ട്, ചുളുവലിക്ക് കിട്ടിയേക്കണയാണ്. റീക്കോൺ വിളിക്കുക തന്നെ, ചുളുവലിക്ക് കിട്ടിയേക്കണയാണ്. എന്താ ചെയ്യേണ്ടത്, വേണോ? 12,500 കസ്റ്റമറുടെ നിന്ന് എടുത്തേക്കണേ, അത്യാവശ്യം വന്നിട്ട് തന്നിട്ട് പോയേക്കണേ, വേണോന്ന് ചോദിച്ചു. ഞാനിത് റീസെറ്റ് ആക്കി എല്ലാം ചെയ്ത് വെച്ചേക്കണേ, വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ വരും ഇങ്ങോട്ടേ. അപ്പോൾ ഒരു അടി കൊടുക്കണം എന്തായാലും. റൂമിലോട്ട് നൈസായിട്ടൊന്ന് കയറ്റിയിട്ട് ഐപാഡ് മേടിച്ച് സേഫായിട്ട് വെച്ചു. ഇവിടെ നിങ്ങൾക്കറിയാം മറ്റേ ലോകൻ എന്ന് പറഞ്ഞ ഇത് വരും, വണ്ടാനുള്ളിൽ നടന്നില്ലേ, പുള്ളി എന്നോട് പറയാം റീക്കോണ്ട് ഒരു അടിയും കൊടുക്കാൻ മേലെന്ന്. ഇവിടെ വരുമ്പോൾ ഒരു അടി കൊടുക്കണമെന്ന് പറഞ്ഞേക്കണം. റീക്കോണുണ്ട്, അതും റീക്കോണിൻ്റെ സ്വന്തം ചേട്ടൻ പറഞ്ഞേക്കണം, ഒരൊറ്റ ഒരെണ്ണം കൊടുത്തോളാം, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. റീക്കോൺ ഓൾസോ സ്കാമഡ് മീന്ന. എന്താന്നുള്ളത് നീ ടൈപ്പ് ചെയ്തു. ആരാണ് പറയാൻ മയിലുകളെ അണ്ണാ? അവനെ കാണിക്കുമ്പോൾ അവൻ്റെ ചെവിക്കല്ല് കൂടി ഒരെണ്ണം കൊടുത്തിരുന്നേൽ എടാ പറയാം. നമ്മളൊരു ഞാനില്ല വരുന്നില്ല. അന്ന് നൈറ്റ് ഒരു ഗണ്ണ് ഒക്കെ ആയി വന്നെന്ന് എടാ. ഞാനൊരു കാര്യമുണ്ട്, പിന്നെ ഒരു കാര്യം സംഭവം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നോട് പറയണമെന്നറിയോ, എന്നെയും
എന്നെ അവളെയും കുഞ്ഞായിനെയും മാത്രമേ ആൾക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ആൾ കീഴടങ്ങാൻ വേണ്ടി വരുമോ നമ്മുടെ അടുത്ത്? 3 മണി 2:45 വെളുപ്പിനെ ആ ഒരു ടൈമിൽ കീഴടങ്ങാൻ വേണ്ടി വരുവാണെയാണ്. ഇതൊന്ന് ആലോചിക്കണം. എന്നെയും കാശിപ്പയും ഷാമിലിനെ മാത്രമേ ആൾക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊന്ന് ആലോചിക്കേ. ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ ആളെ അകത്ത് കയറ്റും ഗൈസ്? ഒന്ന് ആലോചിക്കേ. ആളൊരു ഗണ്ണ് അല്ലെങ്കിൽ ആളൊരു കത്തിയായിട്ട് വന്ന് എന്നെയും ഇവളെയും കുഞ്ഞാനെയും ഒറ്റ കുത്തി എനിക്കിട്ട് തരുവാണ്. അവളൊരു പെണ്ണാണ്, അവൾക്ക് മാക്സിമം ഒരു തടയാനുള്ളൊരു കരുത്ത് കാണും. ഒന്ന് ആലോചിക്കേ എന്താ അവസ്ഥ. ഞാനുണ്ടല്ലോ അതിനും വലിയ ബുദ്ധിമാൻ. ഞാനിവിടെ വീട്ടിൽ 4 മണിക്കൂർ ഇവനോട് ഇരുന്ന് സംസാരിച്ച് സൗണ്ട് വരെ പോയെന്ന്. അത് ഞാനിവിടെ 10 പേരെ വിളിച്ചു നിർത്തി. 10 പേരെ അടുക്കളയിൽ ഞാനിവിടെ ഇത് ചെയ്യിച്ചു. അടുക്കളയിൽ 10 പേരെ ഒളിപ്പിച്ചു നിർത്തി. അതറിയാം? അടുക്കളയിൽ 10 പേരെ. കൂടെ പഠിച്ച ഫ്രണ്ടൊക്കെ വന്നായിരുന്നു അല്ലേ? എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. സീനായിരുന്നു. S1 ഒക്കെ ഉണ്ടല്ലോ. S1 ഒക്കെ എത്ര മണിക്ക് S1 ഇവിടെ എത്തിയത്? 2 മണിക്ക്. S1നോടൊക്കെ പറഞ്ഞു 2 മണിക്ക് എന്നാക്കെ ഇത് ചെയ്തോ 2 മണിക്ക് വരണമെന്ന് പറഞ്ഞു. ഈ മൈരൻ 350 രൂപ. ഇവനാകെ 20 കിലോമീറ്റർ ഓടിയാൽ മതി. ഇവൻ ഓടിക്കുന്ന വണ്ടി ഇവനാകെ 20 കിലോമീറ്റർ ഉള്ളൂ വൺ സൈഡ് കേട്ടാ. ഇവനാകെ 20 കിലോമീറ്റർ ഉള്ളൂ വൺ സൈഡ്. ഇവൻ 350 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പെട്രോൾ അടിക്കാൻ മേടിച്ചു. 2 350 രൂപ പെട്രോൾ അടിക്കാൻ മേടിച്ചു. 2 ഇവന്റെ വണ്ടിക്ക് 70 മൈലേജ് ഉണ്ട്. ഇവൻ കാണിച്ച് അവരാതൊന്ന് ആലോചിക്കേ. വൺ സൈഡ് 20 കിലോമീറ്റർ ഓവൻ ഇവന്റെ വണ്ടിക്ക് 1 ലിറ്റർ അടിച്ച 70 കിലോമീറ്റർ ഓടും. ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെത്തിട്ടുണ്ട് 350 രൂപ. അവിടെ ഇവൻ എനിക്കിട്ടങ്ങ് കയറ്റി. ഇവ 2 ദിവസത്തെ ജോലിക്കാശ് കൂടെ മേടിച്ചോണ്ട് അവിടുന്ന് പോയത്. എന്നിട്ട് രാവിലെ ഇവിടെ കിടന്ന് കരയുമായിരുന്നു. രാവിലെ എനിക്കോ കുഞ്ഞായിക്കോ ഫുഡ് മേടിക്കാൻ പോകാതെ കിടന്നുറങ്ങുന്ന സായിപ്പ് ഇവന് ഫുഡ് മേടിച്ചു കൊടുക്കാൻ രാവിലെ കൊണ്ടുപോകും. ഞാൻ ഓൾറെഡി സാദിഖ് അറിയാലോ വയസ്സ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി പറയണം. ചെയ്യേണ്ട എല്ലാം രാത്രി ചെയ്യും. പിന്നെ ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ഒരു ടൈം, ഇല്ലെങ്കിൽ ഒരു 12 മണി ആയാലേ ഞാൻ പറ്റത്തുള്ളൂ വയസ്സ്. ഇപ്പോൾ ഒരു നേരത്തേക്ക് എണീക്കുന്നുണ്ട്. എന്നാലും ഇവന് വേണ്ടി രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് പല്ല് തേച്ച് ഇവന് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് അറിയാം ഞാൻ. അവൻ തന്നെ എനിക്കിട്ട് അടിച്ചാണ്. ലൈഫ് കൂടെ ചേച്ചി വിട്ടേക്ക് അണ്ണാ. ബി സേഫ്. ഡി ആണോ സ്റ്റാർട്ടിങ് ലെറ്റർ? അറിയില്ല. ഒന്ന് ആലോചിക്കണേ. S1 നമുക്കൊരു അടിച്ചൊരു അടിയുണ്ട് കയ്യിൽ. 70 കിലോമീറ്റർ ഓടുന്ന വണ്ടി ഒന്ന് ആലോചിക്കണേ. വൺ സൈഡ് 20 40 പോട്ടെ. ഒരു 60 പോകുന്ന വണ്ടി ഒരു 80 പോട്ടെ. 20 40 ഒരു 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഇവന് സുഖമായിട്ട് എല്ലാ പരിപാടിയും കഴിയും. ഇപ്പം പറയാം അണ്ണാ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രം 350 രൂപ വേണമെന്ന് മേടിച്ചാൽ നമ്മളെ. എന്നാ ഞാൻ സുപ്രയിലല്ലേ വന്നേന്നോ? സുപ്രയിൽ തന്നെ വന്നേ. ഇപ്പം വന്നത് മറ്റേ പ്ലാറ്റിന ഇല്ല കൈസ്. പ്ലാറ്റിന മറ്റേ തമിഴന്മാർ എടുക്കുന്ന വണ്ടിയില്ല, പ്ലാറ്റിന. ആ വണ്ടിയില്ല വന്നത്. പ്ലാറ്റിനയിൽ ഒരു രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 1 കിലോമീറ്റർ ഉള്ളൂ. 1 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 1 കിലോമീറ്റർ ഉള്ളൂ ആ വണ്ടി. അണ്ണാ പോയത് പോയി നമ്മുടെ കയ്യിൽ നിന്നല്ലേ ഹാൻഡ് ഓവർ നമുക്കല്ലേ ചെയ്യണം. പിണ്ടിയൊക്കെ മന്ദമതിയാണ്. സായിപ്പ് പറയണ്ട. തമിഴന്മാർ മുത്ത എനിക്ക് വയ്യടാ. സീരിയസ്ലി പറയാലോ, ഞാനിനി നന്നാകുമ്പോ എനിക്കിനി വയ്യടാ. എനിക്കിനി ആരോടും വഴക്ക് പിടിക്കാനോ എനിക്ക് ഒന്നിൻ്റെ പുറകെ പോകാനൊന്നും എനിക്ക് വയ്യ. സീരിയസ്ലി പറയാലോ. അതെന്തുവാ അണ്ണാ ഓതൻ എൻ്റെ കയ്യിൽ നിന്ന് 2000 രൂപ കൊണ്ടുപോയി. 2000 രൂപ കൊണ്ടുപോയെന്നാ? എടാ ഞാനതാ പറഞ്ഞേക്കണം, മനസ്സിലായോ? ഞാൻ എൻ്റെ വീട്ടിൽ മാറി. എൻ്റെ കൂടെയുള്ള ആൾക്കാർ, ഇവൻ നിബ്രോ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരുടെയെങ്കിലും പൈസ മേടിച്ച് നിങ്ങൾ വിചാരിച്ചോ? എന്നോട് വന്ന് പറയരുത് ഞാനാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. എൻ്റെ കൂടെ ഉള്ളവനല്ലേ.
അപ്പം കൂടെയുള്ള മേടിച്ചവനോട് ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. സ്റ്റാപ്ലർ പിൻ കുഞ്ഞായിക്ക് ഒറ്റയ്ക്ക് വായ അല്ല എടാ, സ്റ്റാപ്ലർ പിൻ എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും കുറേ ആൾക്കാർ വരും, മനസ്സിലായ? എപ്പോഴും എന്നല്ല, വരും. എപ്പോഴും എന്തായാലും ഒരു ഇത് വരും. അപ്പം ഈ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർ എന്താ ചെയ്യണത്? എനിക്കല്ല മേടിച്ചുകൊണ്ട് വരുന്നത്, അവൾക്കും അല്ല, കുഞ്ഞിനൊരു ഡ്രസ്സായിരിക്കും മേടിച്ചുകൊണ്ട്, ഇല്ല കുഞ്ഞിന് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം. അപ്പം കുറേ ആൾക്കാർ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിൽ ഏതോ ഒരു ലോക്കൽ ഷോപ്പ് വേണ്ടാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിലും സ്റ്റാപ്ലർ പിന്നെ ഡ്രസ്സിൽ അടിക്കത്തില്ല. ആ ഡ്രസ്സിൽ അടിച്ചേക്കുമായിരുന്നു സ്റ്റാപ്ലർ പിന്നെ. അത് മടങ്ങി ഇതായിട്ടാണ്ടിരിക്കുകയാണ്. അവനത് കണ്ട് കുഞ്ഞാണ്, മനസ്സിലായോ? ഒരു തരി കിടന്ന ആ തരി ഇങ്ങനെ തൊട്ടിട്ട് വായിലിടും, മനസ്സിലായോ? ആ ഇങ്ങനെ തൊടും, എന്നിട്ട് ഉണ്ടോ നോക്കി ഇങ്ങനെ വായിടുന്നതാണ് കുഞ്ഞ്. എന്നാൽ കല്ലൻ്റെ പേര് വരുന്നതിന് മാച്ച് സ്റ്റാർട്ട് ചെയ്യും ഒരു ചിക്കൻ അടിക്കാൻ. എടാ നീ ഒന്ന് കാര്യം ആലോചിക്കണം. എനിക്ക് കളിക്കാൻ വയ്യ, എനിക്ക് കളിക്കാൻ പറ്റണില്ല, എനിക്കൊരു ഗെയിം കളിക്കാൻ എനിക്ക് വയ്യ കളിക്കാൻ. അതറിയാം നിനക്ക്? കുഞ്ഞായിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുഞ്ഞായുടെ എല്ലാം മാറി, കുഞ്ഞായിക്ക് കുഴപ്പമൊന്നുമില്ല. എടാ കുഞ്ഞായിക്ക് എന്നാ ഈ ഫോൺ എടുക്കുന്നത് 27-ാം തീയതിയാണ്. കുഞ്ഞായി സ്റ്റാപ്ലർ പിന്നെ മെഴുകുന്നത് 27-ാം തീയതി 3 മണി 4 മണി കഴിയുമ്പോഴാണ്, മനസ്സിലായോ? 3 മണി 4 മണി കഴിയുന്ന ടൈമിലാണ് കുഞ്ഞായി സ്റ്റാപ്ലർ പിന്നെ മെഴുകുന്നത്. കുഞ്ഞായി 28-ാം തീയതി രാവിലെ അല്ല ഉച്ചയായപ്പം ഇതിനായിരുന്നു അപ്പിയിട്ടപ്പം അതൊക്കെ മറ്റേ ഇതില്ലേ, മറ്റേ പപ്പടം പരത്തുന്ന പോലെ അവൾ അവിടെ നിന്ന്, ഞാനും പരത്തി കുറേ, പക്ഷെ എന്നാലും അവൾ കൈ കൊണ്ടാണ് പരത്തുന്നത്, ഞാൻ കമ്പ് വെച്ചാണ് പരത്തുന്നത്. അതാണ് ഒരു തന്തയെന്നുള്ള നമ്മളുള്ള വ്യത്യാസമാണ്. അവിടെ അവൾ കൈ കൊണ്ട് നിരത്തി ഒരു പ്രാവശ്യം നോക്കിയത് ഞാനൊരു പ്രാവശ്യം നോക്കിയിട്ട് ഞാൻ നിർത്തി. അവൾ ഒരു പ്രാവശ്യം നോക്കി, 2 പ്രാവശ്യം നോക്കി, 3 പ്രാവശ്യം നോക്കി, കരയുക, 4 പ്രാവശ്യം നോക്കി, 5 പ്രാവശ്യം നോക്കി, കരഞ്ഞോണ്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. 6ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നത് കിട്ടി. അത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ മുത്ത, ഞാനൊരു കാർച്ചയായിരുന്നു. ഞാൻ ആ മുറ്റത്ത് നിന്ന് ഒറ്റ കാർച്ചയായിരുന്നു മുത്ത, സീരിയസ്ലി പറയാറുണ്ടല്ലോ. എൻ്റെ ലൈഫ് ഞാൻ ഇട്ടിട്ടുണ്ട്, റീബർത്ത് ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഏതൊരു ലൈവിലെ കമൻറ്റാണ് സീരിയസ്. എൻ്റെ ജീവിതം, എൻ്റെ അവളുടെയും കുഞ്ഞായിൻ്റെ എല്ലാവരുടെയും എൻ്റെ അവളുടെയും കുഞ്ഞായുടെയും ജീവൻ തിരിച്ചു വിട്ടുക. ഞാനപ്പോൾ ഒരു ഒറ്റ കാർച്ചയാണ്, മനസ്സിലായോ? ഞാൻ എങ്ങനെ എൻ്റെ ഇത് ഒന്ന് പ്രകടിപ്പിക്കണം? ഞാനൊരു ഒറ്റ കാർച്ചയായിരുന്നു. അയ്യോ മുത്തേ, റിപ്പീറ്റാ, റെസ്പെക്റ്റാ. സായിബ്രോ കയറാനും ഞാൻ പബ്ജി കളിക്കാൻ ഡോപ്പാണ് ഫാൻ. എത്ര പറയണേ ഇവരൊക്കെ? സായിപ്പേ ശരത്തണ്ണൻ ആണോ? ശരത്തണ്ണൻ. എടാ ശരത്തണ്ണൊക്കെ നീ ഒന്ന് ആലോചിക്കണം. ശരത്തണ്ണൻ എൻ്റെ കൂടെ നിന്ന ആൾക്കാരുടെയൊക്കെ ഉണ്ടല്ലോ, ഈ ഒരാൾ കാരണം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ ഒരു കള്ളൻ എന്ന കണ്ണിലാണ് കണ്ടത്. അതറിയാം, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാരാന്ന് അറിയാതെ ഉണ്ടല്ലോ, ഇതാരാന്ന് അറിഞ്ഞാലേ നമുക്ക് ആരെങ്കിലും നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് പോകത്തുള്ളൂ. ഇത് കിട്ടുന്ന ടൈം വരെ, ഇത് ആളാരാണെന്ന് അറിയുന്ന ടൈം വരെ ഇയാൾ കള്ളൻ, ഇവൻ കള്ളനല്ല, ഇവൻ വന്നത് ഏതാണ്ട് അടുത്താണ് വന്നത്. 27-ാം തീയതിയാണ് ഡിവൈസ് പോകുന്നത്. ബാക്കി എല്ലാവരും കള്ളൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മനസ്സിലാവും. ഇവൻ രാജേഷണ്ണ പോലും നമ്മൾ സംശയിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാവരും. എന്നിട്ട് അവള് കരഞ്ഞോണ്ടാ ചോദിക്കണം ഇതൊക്കെ ഇവരോട് ചോദിച്ചു. കാര്യം നീ എങ്ങനെ അവള് ചോദിച്ചല്ലോ. നമ്മളുള്ള എല്ലാവരും കോളിട്ട് മീൻസ് വാട്സപ്പ് കോളിട്ടിട്ടാണ് ചോദിക്കണേ. എല്ലാവരോടും കൊണ്ടാണ് ചോദിക്കണേ. ഇന്ന ആളെടുത്തല്ല, എല്ലാവരോടും ചോദിച്ചു. ഒരുപാട് ചോദിച്ചു, കാരണം എനിക്ക് ചോദിച്ചു ആരാന്നുള്ളത്. എന്നിട്ട് ഒരു ചോദിച്ചില്ല. ശരത്തണ്ണൻ അല്ലല്ലോ, ശരത്തണ്ണൊന്നും ഒരിക്കലാണ് ചെയ്യണം. ശരത്തണ്ണൊക്കെ ഉണ്ടല്ലോടാ പൈസ. ശരത്തണ്ണൊക്കെ ഇവര് സായിപ്പും ഷാമിലും ചോദിച്ചിട്ട് ഒരു 3 മണിയല്ലേ, 3 മണിയൊക്കെ പോയി. ആ കോൾ ഒരു 6 മണി വരെ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ വീണ്ടും ബാക്കിയുള്ള എല്ലാവരും തമ്മിൽ 6 മണി വരെ ആ കോള് കണ്ടിന്യൂ ചെയ്തു. ഇവര് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഞാൻ 3 മണിയാകുമ്പോൾ ഞാനുണ്ടല്ലോ
ഓ മൈരേ എന്ന് പറഞ്ഞിട്ട് ഞാനും പോയി. കാരണം എനിക്ക് ഭ്രാന്തായി, മനസ്സിലായോ? എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. സീരിയസ്ലി വല്ലോ ഈ ടൈമിൽ ഇവര് സ്കൂളിലാണ് 5 മണി 6 മണി വരെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുക. അതിലുണ്ട് കള്ളൻ, അതിലുണ്ട് ശരത്തണ്ണൊക്കെ ഉണ്ടല്ലോ. പൈസ ഇല്ലാണ്ട് പട്ടിണി കിടന്ന് ചത്തുപോയ പോലും ശരത്തണ്ണൊന്നും ഇതുപോലത്തെ പരിപാടി കാണിക്കത്തില്ല, മനസ്സിലായോ? ശരത്തണ്ണ അണ്ണാ ഫോൺ എടുത്തവൻ്റെ കയ്യിൽ അല്ലേ ചേച്ചിയുടെ എഫേർട്സ്. അയ്യോ, എല്ലാരെക്കാളും എടുത്തേക്കണ അവളാ കൈ. സത്യം പറയുന്നത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ, പ്രോപ്പറായിട്ട് സത്യം പറയല്ലോ കൈസ്. അവള് സീരിയസ്ലി പറയാലോ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവളൊരു പോലീസ് ആണ്ടാണ്. സത്യം പറയാലോ, ഒരു പോലീസ് ആണ്ടാണ് സീരിയസ്ലി. ഞാനൊക്കെ എന്തെങ്കിലും കള്ളം ഇതിൻ്റെ ഇടയിൽ കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ എന്നെയൊക്കെ തൂക്കും. സീരിയസ്ലി പറയാം. ഇതിന് മുന്നേ ഒരു സംഭവം ഇതുപോലെ വന്ന് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ചാനലും ഇല്ലായിരുന്നു. സംഭവം എന്താണെന്നും പറയുന്നില്ല. ഇതിന് മുന്നേ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇതുപോലൊരു സെൻസേഷണൽ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ചാനലും ഇല്ല പുള്ളീനെ കണ്ടുപിടിക്കാനോ. വാട്സാപ്പോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒരിടത്തും ഇല്ല, ഒരാൾക്കും അറിയില്ല, ഒന്നുമില്ല. പക്ഷെ പുള്ളിയുടെ വീട്ടുപേര്, അഡ്രസ്, പുള്ളിയുടെ സെക്കൻഡ് നമ്പര്, പുള്ളിയുടെ എല്ലാം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് കണ്ടുപിടിച്ച് പുള്ളി നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഇത് കണ്ടുപിടിച്ചെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വാട്സപ്പിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ചാറ്റിലെ കിങ് ആയിരുന്നു ഒരു ടൈമിലെ ചാറ്റിലെ ആളായിരുന്നു, പുള്ളി തൂക്കിയ ആളായിരുന്നു. അതൊരു പ്രോപ്പറായിട്ട് ഇതിന് മുന്നേ ഷാമിലോട് തന്നെയാണ് എല്ലാം കണ്ടുപിടിക്കണേ കംപ്ലീറ്റ്. വെറുതെ അല്ല മോണിസ്റ്റർ എന്നിട്ടേക്കണം. സാഹിബ് ഒരു 10 CR സാഹിബ് ഞാൻ ഫാനാണ്. അണ്ണാ വീട്ടിൽ CCTV വയ്ക്ക്. അണ്ണാ CCTV ഒക്കെ ഉണ്ട്. ശ്യാംകുമാർ സാഹിബ് ഈ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകും. എൻ്റെ മോൻ മുത്തു മൂക്കിലിട്ടിട്ട് അനസ്തേഷ്യ കൊടുത്തതാണ്. അയ്യോ, അനസ്തേഷ്യ ചെയ്തോ ബ്രോ അവനെ? എന്നിട്ട് വേറെ വഴിയില്ല, മറ്റേ ഇതായില്ലെങ്കിലും മരുന്നിൽ ഇതായില്ലെങ്കിൽ വേറെ വഴിയില്ലല്ലോ. അനസ്തേഷ്യ കൊടുക്കുന്ന ഭയങ്കര സീനാണ് ബ്രോ. അണ്ടെ എങ്ങനെയുണ്ട് ബ്രോ? ഇപ്പൊ ഓക്കെ ആണോ ആള്? എത്ര വയസ്സുണ്ട് ഇപ്പൊ അവന്? നമ്മളെത്ര ശ്രദ്ധിച്ചാലുണ്ടല്ലോ ഒന്ന് കണ്ണ് ഇങ്ങോട്ടേക്ക് മാറി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇവര് പണി അങ്ങ് ചെയ്യൂടാ. സത്യമല്ല, കുഞ്ഞ് അവനങ്ങ് പണി നടത്തും ആ ടൈമിൽ, മനസ്സിലായോ? സൂക്ഷിക്കുക. ശ്യാമിലി ചേച്ചി റിയൽ മോണിസ്റ്ററാണ്. അനസ്തേഷ്യ എന്തുവാ? അനസ്തേഷ്യ ഒന്നും പറഞ്ഞോളൂ, എനിക്ക് അറിയത്തില്ല. അനസ്തേഷ്യ എന്ത് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് മെയിനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഒരു സാധനം പോകുമ്പോൾ അത് വെളിയിലേക്ക് പോകണം. പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് വെളിയിലെടുക്കണം. അപ്പോൾ നമ്മൾ 3 തരം അനസ്തേഷ്യ ഉണ്ടെന്നാണോ? ലോക്കൽ, അത് മേജർ ഓപ്പറേഷനാണ്. ഓപ്പറേറ്റ് ചെയ്ത് ഉള്ളിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യണം. അപ്പം മേജർ അനസ്തേഷ്യ നമ്മുടെ ഫുള്ള് ബോധം മയക്കി കിടത്തിയിട്ട് സിസ്റ്റമായിരിക്കും പ്രവർത്തിപ്പിക്കണം. പിന്നെ നമ്മുടെ ബ്രെയിന് കാര്യങ്ങളെല്ലാം സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യണം. നമ്മളില്ലാതെ കിടക്കുകയാണ്. ഫുള്ള് കൺട്രോൾ ചെയ്യണത് മെഷീൻസാണ്. നമ്മുടെ ഹാർട്ട് ഒരു മെഷീൻ കൺട്രോൾ ചെയ്യും, നമ്മുടെ ബ്രെയിൻ കാര്യങ്ങൾ വേറെ മെഷീൻസ് കൺട്രോൾ ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. ഓപ്പറേഷൻ ചെയ്ത് സാധനം എടുക്കും, തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ തിരിച്ചാണ് ലൈഫ് കൊടുക്കുന്നത്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ശ്യാമ്പ്ര ഇപ്പം എങ്ങനെയുണ്ട്? സെറ്റാണോ? കുഞ്ഞെങ്ങനെയുണ്ട് ഇപ്പം? ഡോക്ടർ നിൽക്കുന്നു. അണ്ണ എൻ്റെ നിക്ബ്രോ നീ MBBS ക്ലാസ് അണ്ണ എൻ്റെ ചേച്ചിക്ക് അനസ്തേഷ്യ കൊടുത്തു. ഇത് ചെയ്തോ ഭയങ്കര ഇതായിരുന്നു. ഇയാൾ ഓരോ ആൾക്കാരെ കുറിച്ച് പറഞ്ഞൊരു പറച്ചിലുണ്ട്. മറ്റേ പറച്ചെന്ന് പറഞ്ഞു, മറ്റേ അരഞ്ഞു പോകണം പറച്ചിലെന്ന് പറഞ്ഞു. പറ അല്ല പറഞ്ഞാൽ മതി ഒന്ന് ജസ്റ്റ്. നമ്മള് ചെറിയൊരു കാര്യത്തിനൊക്കെ നമ്മളെ ഇപ്പൊ എല്ലാവരും എന്നാ പറയുക, 2 ഇത് പറഞ്ഞിട്ട് പോകും. പക്ഷെ പുള്ളി